ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം. നമ്മുടെ കൂടെ എന്നുള്ളത് ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, വാണിയമ്പലം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിത്താശയക്കല്ലിനെ കുറിച്ചാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ വന്ന ഒരു കമൻ്റാണ്. അത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എൻ്റെ 6 വയസ്സുള്ള മോൾക്ക് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യാൻ സർജറി പറഞ്ഞതായിരുന്നു. അപ്പോഴാണ് അസ്ലം സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. സർജറി വേണ്ട എന്നും സ്റ്റോൺ പൊടിഞ്ഞു പോകാനുള്ള മെഡിസിനും തന്നിരുന്നു. 6 മാസം കൊണ്ട് തന്നെ സ്റ്റോൺ പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, മോൾക്ക് 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ പോയി. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഗോൾ ബ്ലാഡർ സ്റ്റോൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ? അതെ, ഇത് നമ്മുടെ പെരിന്തൽമണ്ണ ഒ പിയിൽ വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അവരൊരു എനിക്ക് തോന്നുന്നു ഒരു 5.6 mm സൈസുള്ള മൾട്ടിപ്പിൾ സ്റ്റോൺസ് ആയിരുന്നു. ഒരുപാട് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരും, ഭയങ്കര അസഹനീയമായിട്ടുള്ള വേദന, അതുപോലെ ഛർദി, വയറിനുണ്ടാകുന്ന അസ്വസ്ഥത, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആ കുട്ടി പ്രസൻറ്റ് ചെയ്തിരുന്ന സിംറ്റംസ്. അപ്പോൾ ഈ കോളിലിത്യാസിസിൻ്റെ പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സിംറ്റംസ് തന്നെ ഈ കുട്ടിയോട് പറഞ്ഞ പോലെ തന്നെ സാധാരണ ഉണ്ടാകുന്ന നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്തുണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദനകൾ, ഓക്കാനം, ഛർദി, മലബന്ധം. ഇതിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വേദന. പല പേഷ്യൻസും പറയാറുള്ളത് ഭയങ്കര ശക്തമായിട്ടുള്ള വേദനയാണ്. പുറകിലേക്ക് വീട് നമ്മുടെ സ്കാപ്പുലയുടെ ഭാഗത്തേക്കൊക്കെ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകും. പിന്നെ വൊമിറ്റിംഗ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഭക്ഷണം തട്ടുമ്പോഴേക്ക് വയറിന് വേദന, വൊമിറ്റിംഗ് ഒക്കെയാണ് സാധാരണ കോമൺ സിംറ്റംസ്. ഇതാണ് കോളിലിത്യാസിസിൽ. പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും ബ്ലോക്ക് ഒബ്സ്ട്രക്റ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മഞ്ഞപ്പിത്തം പോലത്തെ ലക്ഷണങ്ങൾ, ബില്ലറൂബിൻ ലെവൽ, SGPT ലെവലൊക്കെ ബ്ലഡിൽ കൂടുന്ന ലക്ഷണങ്ങളും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു പേഷ്യൻസിൽ അങ്ങനെ SGPT OT ലെവലൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. ലിവർ എൻസൈംസ് എല്ലാം നോർമലായിരുന്നു. പക്ഷേ അവർക്ക് ഒക്കേഷണലി ഭയങ്കര പെയിൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സർജറി അഡ്വൈസ് ചെയ്ത കേസായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ടും സർജറി എന്നുള്ള രീതിയിൽ അവർ പ്രയാസപ്പെട്ടിട്ടാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിലേക്ക് അവർ എത്തിയത്. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം 5 മാസം വരെയൊക്കെ അവർക്ക് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 മാസമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടാമത് റിപ്പീറ്റ് സ്കാൻ ചെയ്തപ്പോഴന്നെ അവരുടെ സ്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഒട്ടനവധി കേസുകൾ ഇതേപോലെ തന്നെ കുട്ടികളിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കാൽഷ്യം സ്റ്റോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബൈൽ സ്റ്റോൺസ് ആയിരിക്കും. ഇത്തരം സ്റ്റോണുകൾ വരുമ്പോൾ അവരുടെ ഭക്ഷണ രീതി നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇവർക്ക് അഡ്വൈസ് ചെയ്തിരുന്നത് കൃത്യമായിട്ട് ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, അമിതമായിട്ടുള്ള മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ, ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഹോമിയോപ്പതി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് അവർ കൊടുത്തിരുന്നത്. ഇത്തരം കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആപ്പിൾ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഭക്ഷണമാണ്. പൊതുവേ നമുക്ക് ആപ്പിൾ കഴിക്കാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഒലീവ് ഓയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറയുന്നത്. അത് പൊതുവേ നമ്മുടെ ഈ ഗോൾ ബ്ലാഡറിൻ്റെ നെക്കൊക്കെ ഒന്ന് വൈഡൻ ചെയ്യാനും സ്റ്റോൺസ് ബ്ലോക്ക് ഇല്ലാതെ പുറത്തേക്ക് പോരാനൊക്കെ ഒലീവ് ഓയിൽ ഇടയ്ക്ക് സാലഡ്സിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കഴിക്കാൻ പറയാറുണ്ട്. പിന്നീട് ഇവരുടെ ആ ഒരു ഭക്ഷണ രീതിയും കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ മെയിനായിട്ടുള്ളത്. പിന്നെ കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതിക് മരുന്നുകൾ, ഇപ്പോൾ വിവിധ മരുന്നുകളുണ്ട്. അപ്പോൾ നമുക്ക് കാർഡസ്, ചിയനാന്തസ്, ചെലിഡോണിയം, അങ്ങനെ ലൈക്കോപോഡിയം, പല മരുന്നുകളുണ്ട്. അപ്പോൾ ആ രോഗി പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ, അവരുടെ സിംറ്റംസ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ അവരുടെ കമൻറ്റ് കണ്ടപ്പോൾ സന്തോഷമായി. എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ നമുക്ക് പലപ്പോഴും നമ്മളിതിൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണം. ചിലപ്പോൾ ഈ ഗോൾ ബ്ലാഡറിൻ്റെ വാൾ തിക്കനിങ് വന്നിട്ട് ഗോൾ ബ്ലാഡർ പൊട്ടാനും കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരു മോണിറ്റർ ചെയ്തുകൊണ്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. എന്തെങ്കിലും പ്രയാസങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ വരുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് മലബന്ധം, ബിൽറൂബിൻ കൂടി സ്കിന്നിലൊക്കെ ചൊറിച്ചിൽ, ഇച്ചിങ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ, ജോണ്ടിസ് ഒക്കെ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നീട് അവരുടെ ലൈഫ് സ്റ്റൈല്, ജീവിതശൈലി, ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ച് കൊടുക്കുക. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. മറ്റൊരു ചോദ്യം കണ്ടിട്ടുള്ളത്, ഇത് കുട്ടികളുടെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, ഇത് മുതിർന്നവർക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? മുതിർന്നവരിൽ നമുക്ക് കേസുകൾ മാനേജ് ചെയ്യാൻ പറ്റിയ കേസുകളുണ്ട്. ഇപ്പോൾ ഈവൻ എനിക്ക് തന്നെ ഒരു 9 mm ഒരു കല്ലുണ്ടായിരുന്നു. അത് ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം അതിൻ്റെ വേദന എത്രത്തോളം ആ രോഗികളെ അനുഭവിക്കും. ഞാനൊരു മാസത്തോളം ആ വേദന അനുഭവിച്ചതാണ്. ഇപ്പോൾ ഒരു 9 mm സ്റ്റോൺ ആയിരുന്നു. പിന്നെ മൾട്ടിപ്പിൾ ചെറിയ ചെറിയ കല്ലുകളുണ്ടായിരുന്നു. അത് നമ്മളൊരു 6 മന്ത്, ഒരു 3 മാസം കഴിഞ്ഞൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ രണ്ടാമത് CT ഒക്കെ ചെയ്തപ്പോൾ എല്ലാ സ്കാനിങ്ങും CT എല്ലാം നമ്മൾ ചെയ്ത് നോക്കി, പോയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് പോയ ഒരു അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന ആളുകൾക്കും നമുക്ക് ചെയ്യാറുണ്ട്. പിന്നെ വലിയ സ്റ്റോണുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന സ്റ്റോണുകൾ. അത് നമുക്ക് സാധാരണ ഒരു 15 mm താഴെയുള്ള സ്റ്റോണുകളൊക്കെ നമുക്ക് മെഡിസിൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ചിലത് മൾട്ടിപ്പിൾ സ്റ്റോൺസ് ഉണ്ട്, അത് കല്ലുകൾ ഒട്ടി നിൽക്കുന്നതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അത് ചിലപ്പോൾ വലിയ സൈസ് തോന്നും. ചിലപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സൈസ് റിഡക്റ്റ് ചെയ്തതും കാണാറുണ്ട്. ഇപ്പോൾ 18-21 mm ഉള്ളൊരു സ്റ്റോൺ വെറുതെ അവരോടൊരു മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു മാസം കഴിക്കാൻ മരുന്ന് കൊടുത്തായിരുന്നു. അത്
ഒരു 12 mm സെക്കൻഡ് കൺസൾട്ടേഷനിൽ സെക്കൻഡ് നമ്മൾ സ്കാനിങ് എടുത്തപ്പോൾ തന്നെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈസ് നിലയിലുപരി കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ചിലപ്പം ഒരു അസിംറ്റമാറ്റിക് ആയിരിക്കും, പലപ്പോഴും ഇത് എന്തെങ്കിലും വയറുവേദന വരുമ്പോഴായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്, സ്കാൻ ചെയ്യുന്നത്, അപ്പോഴായിരിക്കും നമ്മളിത് കാണുന്നത്. പലപ്പോഴും ഗർഭിണിയായ സമയത്ത് സാധാരണ കാണാറുള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗർഭിണിയായതിനു ശേഷം പ്രസവത്തിന് ശേഷമൊക്കെ ഇത്തരം ഇത് രോഗികൾ കാണാറുണ്ട്. അപ്പം പ്രസവത്തിന് ശേഷമൊക്കെ പെട്ടെന്ന് പെയിൻ ഇളകി പോയി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇത്തരം സ്റ്റോണുകൾ കണ്ടത്. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വേറൊരു സംശയം ചോദിച്ചിട്ടുള്ളത്, പിന്നെ ഗോൾ ബ്ലാഡറിൽ സ്ലഡ്ജ് എന്നാണ് കാണിക്കുന്നത്, അത് സ്റ്റോൺ ആണോ, അത് എങ്ങനെയാണ് അത് നമുക്ക് ചെറിയ ചളി പോലെ സ്ലഡ്ജ് അടിഞ്ഞെടുക്കുന്നത്, ഈ ബൈലൊക്കെ കട്ടിയായിട്ട് വരുന്നൊരു രോഗാവസ്ഥയാണ്. അത് പിന്നീട് അത് സ്റ്റോൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്ലഡ്ജൊക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റോണ് പോകുന്ന ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവില്ല. പിന്നെ ഈ സ്റ്റോണ് വലിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ നമ്മുടെ ട്യൂബിലൊക്കെ ബ്ലോക്കായിട്ട് ഇൻഫെക്ഷൻസ് വരാനും ബ്ലോക്ക് ആവാനൊക്കെ ഉള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം കോംപ്ലിക്കേഷൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ചികിത്സ സ്വീകരിക്കാൻ. സ്ലഡ്ജ് പിന്നീട് അത് സ്റ്റോൺ ആയി മേ ബി ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അത് ഏർലി ടൈമിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ബൈലിൽ കൂടെ പിത്തത്തു കൂടെ കല്ലുകൾ പുറത്ത് പോവാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ എല്ലാത്തിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ചികിത്സ സ്വീകരിക്കാൻ. സ്വയം ചികിത്സയും കാര്യങ്ങളും ചെയ്യരുത്. ഒരു ഡോക്ടറുടെ കൃത്യമായിട്ടൊരു മോണിറ്ററിങ്ങിൽ ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം നോർമലാക്കിക്കൊണ്ട് വേണം നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എന്നുള്ളതാണ് സ്റ്റോൺ. പിന്നീട് ഇതിൽ പറയാനുള്ളത് പറഞ്ഞാൽ സ്ത്രീകളിലൊക്കെ സാധാരണ പെട്ടെന്ന് വെയിറ്റ് റിഡക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പെട്ടെന്ന് നമ്മൾ ചില ഡയറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഡയറ്റ് പ്ലാനൊക്കെ എടുക്കുന്ന ആളുകളിൽ പെട്ടെന്ന് ഇത് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അത്തരം ക്രാഷ് ഡയറ്റിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസ് അതിൽ വരാറുണ്ട് എന്നുള്ളത് ഓർക്കുക. അത് കല്ല് വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതും ചിന്തിക്കുക എന്നുള്ളതാണ് കൊളിലിത്തിയാസിസായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ അഥവാ പിത്താശയ കല്ലിനെ കുറിച്ചാണ്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.